2025-26 വർഷത്തെ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് LP സ്കൂളിലെ 1ാം ക്ലാസ് വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ. ആദ്യത്തെ ചോദ്യം, നുലവ്വിനു വനസിലു, നിറം നൽകാം, യോജിപ്പിക്കാം. ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങൾക്ക് നിറം നൽകണം, എന്നിട്ട് വാക്കുകളുമായിട്ട് യോജിപ്പിക്കുകയും വേണം. നിറങ്ങൾ തന്നെയാണ് വാക്കുകളായിട്ട് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ് എഴുതിയത്? ഒന്നാമത് അഹ്ലർ. അഹ്ലർ എന്ന് പറഞ്ഞാൽ എന്താ? പച്ച നിറം. അഹ്ലർ പച്ച. പച്ച നിറമുള്ള വസ്തു ഇതിൽ ഇലയാണ് അല്ലേ, അതുകൊണ്ട് അഹ്ലറിൽ നിന്നും ഇലയിലേക്ക് വരക്കുക. പിന്നെ അസ്വദ്. അസ്വദ് ഏതാണ്? കാക്കയാണ് കറുപ്പ് നിറമുള്ളത്, അതുകൊണ്ട് കാക്കയിലേക്ക് വരക്കുക. കാക്കയ്ക്ക് കറുത്ത നിറം നൽകുക, ഇലയ്ക്ക് പച്ച നിറം നൽകുക. പിന്നെ അസ്ഫർ. അസ്ഫർ പഴം. അസ്ഫർ മീൻസ് മഞ്ഞ. മഞ്ഞ നിറം പഴമാണല്ലേ, പഴത്തിന് മഞ്ഞ നിറം നൽകുക. അഹ്മർ ചുവപ്പ്. ചുവപ്പ് നിറം ഉള്ളതിവിടെ റുമ്മാൻ പഴമാണ്, അതുകൊണ്ട് റുമ്മാൻ പഴത്തിലേക്ക് വരച്ചു. റുമ്മാൻ പഴത്തിന് ചുവപ്പ് നിറം നൽകുക. പിന്നെ അസ്റഖ് നീല. നീല നിറം മേഘത്തിലേക്ക് വരച്ചു, മേഘത്തിന് നീല നിറം നൽകുക. ഇനി രണ്ടാമത്തെ ചോദ്യം, നഖ്താറു ഷാദ, കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തണം. ഒറ്റയാനെ കണ്ടെത്തണം. വായിച്ചു നോക്കാം. മെഅത്തഫ്. മെഅത്തഫ് എന്ന് പറഞ്ഞാൽ കോട്ട് എന്നാണ് അല്ലേ, കോട്ട്. ഹദിയത്ത് സമ്മാനം, ബന്തലൂൻ പാൻസ്, കമീസ് ഷർട്ട്. ഇതിൽ ഒറ്റയാനാരാണ്? ഹദിയത്താണ്. ബാക്കിയുള്ളതെല്ലാം വസ്ത്രങ്ങളാണ്. ഹദിയത്ത് മാറ്റമാണ്, അതുകൊണ്ട് ഹദിയത്താണ് ഷാദ്, കൂട്ടത്തിൽപ്പെടാത്തത്. അതിന് ടിക്ക് ചെയ്യുക. അടുത്തത് സൂസുൻ. സൂസ് കോഴിക്കുഞ്ഞ്. തുഫാഹത്ത് ആപ്പിൾ, റുമ്മാൻ റുമ്മാമ്പഴം, എനബ് മുന്തിരി. കൂട്ടത്തിൽപ്പെടാത്തത് സൂസാണ്, കോഴിക്കുഞ്ഞ്. അതിന് ടിക്ക് ചെയ്യുക. പിന്നെ സയ്യാറത്ത് കാറ്, തൊയ്യാറത്ത് വിമാനം, ഫീലുൻ ആന, ദറാജത്ത് സൈക്കിൾ. ഇതിൽ ഫീലുൻ ആന എന്നത് ഒരു മൃഗത്തിൻ്റെ പേരാണ്, ബാക്കിയുള്ളതെല്ലാം വാഹനങ്ങളാണ്, അതുകൊണ്ട് ഫീലിന് ടിക്ക് ചെയ്യുക. ഇനി ചിത്രങ്ങൾ നിരീക്ഷിച്ച് ശരിയായ പദത്തിന് ടിക്ക് അടയാളം നൽകണം. ഒന്നാമത്തെ ചിത്രം ഒരു തുമ്പിയുടേതാണ് അല്ലേ. തുമ്പിക്ക് എന്താ പറയുക? ഹമാമത്താണോ യാസൂബാണോ? യാസൂബുൻ, അതുകൊണ്ട് യാസൂബിന് ടിക്ക്. പിന്നെ അടുത്തത് സയ്യാറത്താണ്. സയ്യാറത്ത് കാറ് അല്ലേ. കാറിന് എന്താ പറയുക? സയ്യാറത്ത് എന്നാ പറയുക. ഷാഹിനത്താണോ? അല്ല, ഷാഹിനത്ത് ലോറിയാണ്, അതുകൊണ്ട് സയ്യാറത്തിന് ടിക്ക് ചെയ്യുക. ഇനി നസ്ലുബിൽ മുനാസിബി, യോജിപ്പിക്കണം. എന്തൊക്കെയാണ് യോജിപ്പിക്കേണ്ടത്? ആദ്യത്തെ വാക്ക് അസ്സലാമു അലൈക്കും എന്നാണ്. പിന്നെ കൈഫൽ ഹാൽ, അടുത്തത് സ്വബാഹുൽ ഖൈർ, പിന്നെ ശുക്രൻ. ഏതൊക്കെയാണ് യോജിക്കുന്നത്? അസ്സലാമു അലൈക്കും എന്നതിൻ്റെ കൂടെ വലൈക്കും അസ്സലാം. കൈഫൽ ഹാൽ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മളെന്താ തിരിച്ചു പറയുക? സൈൻ അൽഹംദുലില്ലാ, സുഖം തന്നെ എന്ന് പറയും അല്ലേ. അതുകൊണ്ട് കൈഫൽ ഹാലിൽ നിന്നും സൈൻ അൽഹംദുലില്ലയിലേക്ക് വരക്കുക. പിന്നെ സ്വബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ തിരിച്ചു പറയേണ്ടത് സ്വബാഹുന്നൂർ ആണ്, അതുകൊണ്ട് സ്വബാഹുൽ ഖൈറിൽ നിന്നും സ്വബാഹുന്നൂറിലേക്ക് വരക്കുക. ഇനി ശുക്രൻ, താങ്ക് യു, നന്ദി. ശുക്രൻ പറഞ്ഞാൽ തിരിച്ച് അഫ്വൻ പറയും, അതുകൊണ്ട് അഫ്വനിലേക്ക് വരക്കുക. ഇനി ഇവിടെ ചിത്രമുണ്ട്. ഇതിലുള്ള ചിത്രം നിരീക്ഷിച്ച് എണ്ണം എഴുതാം. 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് റുമ്മാൻ. റുമ്മാൻ എത്ര എണ്ണമുണ്ട് എന്ന് എണ്ണി നോക്കാം. എണ്ണി നോക്കിയാൽ റുമ്മാൻ 7 എണ്ണമാണ് കാണുന്നത്, അതുകൊണ്ട് അവിടെ 7 എന്ന് എഴുതുക. ഖുറാബ് കാക്ക. കാക്ക എത്രയുണ്ട്? 5 അല്ല 6 അല്ലേ, 6 കാക്കയുണ്ട്, അതുകൊണ്ട് 6 എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ ഖിത്തുൻ പൂച്ച. പൂച്ച 2 എണ്ണമുണ്ടല്ലേ. ഒന്ന് മരത്തിൻ്റെ മേലെ ഒരു പൂച്ചയുണ്ട്, അതിനെ ഞാൻ കണ്ടില്ല, ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ പൂച്ച അവിടെ 2 എന്നാണ് എഴുതേണ്ടത്, 1 അല്ല 2 ആണ്. പിന്നെ നുലാഹിലു വനക്കുമിലു, നിരീക്ഷിച്ച് പൂരിപ്പിക്കാം. ഒന്നാമത്തെ ചിത്രം ഒരു വീടാണ്. വീടിന് എന്താ പറയുക? ബൈത്തുൻ എന്നാണ്.
അപ്പോൾ അവിടെ നമ്മൾ ബ എന്ന് എഴുതണം. അടുത്തത് മുന്തിരി. മുന്തിരിക്ക് നബുനാണ് അല്ലേ, നബുൻ എന്നവിടെയുണ്ട്, എന്ന് നമ്മൾ എഴുതി ചേർക്കണം. പിന്നെ സമ്മാനം, സമ്മാനത്തിന് ഹദിയത്തുൻ, ഹ എന്നവിടെ എഴുതുക. ഇനി റോസാപ്പൂവ്, അതിന് വർദ്ധത്തുൻ എന്നാണ് പറയുക, വാവ് വിട്ടുപോയിട്ടുണ്ട്, അത് എഴുതുക. അടുത്തത് മൊബൈൽ ഫോണാണത്. മൊബൈൽ ഫോണിന് എന്ത് പറയും? ജവ്വാലുൻ, ജീമാണ് അവിടെ എഴുതേണ്ടത്, ജ എന്ന് എഴുതുക. മൊബൈൽ ഫോൺ, പഴയ മൊബൈൽ ഫോണാണത്. പിന്നെ ലബിയുൻ, മാൻ അല്ലേ, മാന് ലബിയുൻ എന്ന് പറയും, അതുകൊണ്ട് ല എഴുതി. ഓക്കെ. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ താഴെയുള്ള ചിത്രങ്ങൾക്ക് അനുയോജ്യമായത് എഴുതണം. ഏതൊക്കെ വാക്കാണുള്ളത്? ഖമീസുൻ ഷർട്ട്, ഖിതാറുൻ തീവണ്ടി, സുറത്തുൻ ചോളം, ജവ്വാൽ മൊബൈൽ ഫോൺ, കുറത്തുൻ ബോൾ. അത് നമ്മളിവിടെ എഴുതി. ചോളത്തിൻ്റെ അടിയിൽ സുറത്തുൻ എന്നും, തീവണ്ടിയുടെ അടിയിൽ ഖിതാറുൻ എന്നും, ബോളിന് കുറത്തുൻ എന്നും, ഷർട്ടിന് ഖമീസുൻ എന്നും എഴുതുക. ഇനി നുലാഹിലു വനക്തുബു, ചിത്രത്തിലുള്ള ജീവികളുടെയും വസ്തുക്കളുടെയും പേരുകൾ കണ്ടെത്തി എഴുതാം. ഇവിടെ കുറേ വസ്തുക്കളും കുറേ ജീവികളുമുണ്ട്. എല്ലാത്തിൻ്റെയും പേര് നമുക്കറിയാം, എന്നാൽ മുഴുവനൊന്നും എഴുതണ്ട, കുറേ എണ്ണം ഇവിടെ എഴുതാനുണ്ട്. ഒന്നാമത് ഇവിടെ കൊടുത്തിരിക്കുന്നു ഋദുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഖി എന്ന് പൂരിപ്പിക്കണം. ഖിർദുൻ, കുരങ്ങൻ അല്ലേ, ഇവിടെ ഇതാ കുരങ്ങനെ ഇരിക്കുന്നു ചിരിച്ചുകൊണ്ട്. പിന്നെ നബുൻ എന്നുണ്ട് അല്ലേ, അപ്പോൾ ഇവിടെ നമ്മൾ പൂരിപ്പിക്കേണ്ടത് അൽ ഹംസയാണ്, അർണബുൻ എന്ന് ആകും, മുയൽ, അർണബുൻ. ഇനി ഇവിടെ നമ്മൾ കുറേ പേര് ഏതെങ്കിലും ഒക്കെ എഴുതുക. ഹുറാബുൻ എന്നെഴുതി, കാക്ക, കാക്കയില്ല ഇതിൽ, ഇത കാക്കയിരിക്കുന്നു. പിന്നെ ലബിയുൻ, മാന്, മാനുണ്ട്. ഖിത്തുൻ, പൂച്ചയുണ്ട്. കുറത്തുൻ, ബോളുണ്ട്. ഇനി വേണമെങ്കിൽ ഫീലുൻ എഴുതാം, ആന. അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം.